ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ചെറിയ ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോഴേ ഞാൻ കുറച്ച് കാലം മലപ്പുറത്ത് ഒരു നഗരസഭയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പം ഹോസ്റ്റലിൽ താമസിച്ച സമയത്തുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് അവിടെയുള്ള ചേച്ചിമാരാണ്. എല്ലാവർക്കും ഓരോ ജോലിയുണ്ട്. അപ്പം ജോലിയുള്ള വർക്കിംഗ് വുമൺ ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കൂട്ടിനുണ്ടായിരുന്ന, അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ കൂട്ടുകാരായിരുന്നു. നമ്മൾ 16 പേരുണ്ടായിരുന്നു. 16 പേര് നല്ല കമ്പനിയും ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പുറത്ത് പോകുമായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര കുഴിമടിച്ചിയും വെളിയിലിറങ്ങാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന പ്രധാന ആളാണ് ഇപ്പം കണ്ടു മറഞ്ഞു പോയ ആൾ, ധന്യ ചേച്ചി. എങ്ങോട്ട് പോയാലും പൊക്കിക്കൊണ്ട് പോണത് ചേച്ചിയാണ്. ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാൻ പൊക്കിയെടുത്താണ് പോവാറ്. പോവാനും ഭയങ്കര മടിയാണ്. എനിക്കിഷ്ടേയില്ല ഞാൻ പുറത്തിറങ്ങാൻ. ഞാൻ ഹോസ്റ്റലിൽ കയറിയ റൂമിനകത്ത് അങ്ങനെ ഇരിക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഈ അവധി ദിവസങ്ങളിൽ ഈ എല്ലാ സാറ്റർഡേയ്സും നമുക്ക് വീട്ടിൽ പോകാനുള്ളൊരു സാഹചര്യം അന്നില്ല. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ പോകുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഇപ്പം എൻ്റെ ജോലി കഴിഞ്ഞായിരുന്നു. ഞാൻ കോൺട്രാക്ട് ബേസിസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ടൈമിലുള്ള വീഡിയോ ആണ്. ഇന്നാണ് അത് ഞാൻ എന്ത് ചെയ്യുന്ന വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യണത്. അപ്പം ഇത് നമ്മളെ തുഞ്ചൻ പറമ്പാണ് കേട്ടോ. പിന്നീടുള്ള തുഞ്ചൻ പറമ്പിൽ നമ്മൾ വന്നതാണ്. ഇതാണ് ധന്യ ചേച്ചി, നേരത്തെ മിന്നി മാഞ്ഞു പോയ ആൾ. ചേച്ചിയാണ് എന്നെയും പൊക്കിക്കൊണ്ട് പോണ പ്രധാന കണ്ണി. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ പുറത്തിറങ്ങണം. ഞാനങ്ങനെ ഹോസ്റ്റലിൽ കയറും, വർക്കിന് പോകും, ഡ്യൂട്ടിക്ക് പോവും, തിരിച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുറിക്കകത്ത് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ പുറത്തിറങ്ങുന്ന പതിവ് കുറവാണ് ഞാൻ. അപ്പം എന്നെയും പൊക്കിക്കൊണ്ട് പോയതാണ് ചേച്ചി, ധന്യ ചേച്ചി, സുനില ചേച്ചി, സുമ ചേച്ചി, ഞാൻ. അങ്ങനെ നമ്മൾ 4 പേരായിട്ടാണ് പോയത്. ബസ്സിലാണ് പോയത്. തുഞ്ചൻ പറമ്പത്തിലാണ് പോയത്. ആ ടൈമിൽ തുഞ്ചൻ പറമ്പിൽ നല്ലൊരു ഉത്സവം പോലെ എന്ന് പറഞ്ഞാൽ ഈ ബുക്കുകളുടെയൊക്കെ ഒരു എന്താണ്, ഈ ബുക്കുകളുടെയൊക്കെ ആ പേര് മറന്നു. ഇത് സുനില ചേച്ചി, ഇത് സുമ ചേച്ചി. ഈ എന്താ പറയാനായിട്ട് ബുക്കുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കൂലേ, നമുക്ക് വേണമെങ്കിലൊക്കെ വാങ്ങാം, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞിട്ടല്ല പോയത്. തുഞ്ചൻ പറമ്പ് കാണാൻ പോകണം എന്ന് പറഞ്ഞാണ് പോയത്. അപ്പം അവിടുത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇത് മൊത്തം ഒന്നും എൻ്റെ കയ്യിലില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഈ ഒരു തത്തയുടെ ഇത് ചേച്ചി ഒരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ തത്തയെ പറ്റി നമ്മൾ ധന്യ ചേച്ചി, ഞാനത് ഈ ഇതിൽ വോയിസിൽ ഇട്ടേക്കേട്ടാ, ഞാനിതിൽ അപ്ലോഡ് ചെയ്തേക്കാം. അത് അടിപൊളിയായിട്ട് ചേച്ചി അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇതാണ് അവിടുത്തെ ടെക്സ്റ്റ് ബുക്സിൻ്റെ കളക്ഷൻസ്. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ ഈ ഓലയില്ലേ, ഓലയിലൊക്കെ എഴുതിയ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. കണ്ട, ഇത് ഓലയാണ് കേട്ടാ. 800, 900 ആ റേഞ്ചിലാണ് ഇതിന് വില പറഞ്ഞത്. പഴയ സംഗതിയാണിത്. ഇങ്ങനെ എഴുതി റെഡിയാക്കിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു വയസ്സായ ഒരു അച്ഛൻ വന്നിങ്ങനെ അത് ചോദിച്ച് അതിങ്ങനെ നോക്കണുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്കിളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്കിൾ എനിക്ക് തന്നായിരുന്നു ആ സാധനം. ഇതാണ് സംഗതി. ജ്ഞാനപാനയാണ് കേട്ടോ ഈ ഓലയിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ നോക്കട്ടെ, ചേച്ചി പറഞ്ഞു തന്ന വോയിസ് പറ്റുമെങ്കിൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും, കാലമാകുന്ന പാമ്പിനാൽ ചുറ്റപ്പെട്ട ഈ ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞാൽ ഈ കാലമാകുന്ന പാമ്പിനാൽ ചുറ്റപ്പെട്ട ഈ ലോകം ഇത് ക്ഷണികമാണെന്നറിയാതെ ഭോഗങ്ങൾക്ക് പുറകെ പോകുന്നു എന്നുള്ളതാണ് രാമായണത്തിലെ ശ്ലോകം. ഈ ഇപ്പം കേട്ടത് രാമായണത്തിലെ ശ്ലോകമാണ് കേട്ടോ. ചേച്ചി അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. അതാ തത്തയുടെ താഴെ എഴുതി വച്ചേക്കുന്ന
വേർഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഈ ഫുള്ള് സ്റ്റാളാണ്. ഓക്കെ, ഇപ്പോഴാണ് ഓർമ്മ വന്ന പേര്. സ്റ്റോളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ബുക്ക് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്ക് സ്റ്റോൾസിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യത്തിന് ബുക്ക് എടുക്കാം, ബുക്ക് വാങ്ങാം. വെറുതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ബുക്ക് വാങ്ങാം. നമുക്ക് ഏത് ബുക്ക് വേണോ വാങ്ങാം. കുറേ നല്ല ബുക്കുകളുണ്ടായിരുന്നു. വിങ്സ് ഓഫ് ഫയർ, നമ്മളെ APJ അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ ഉണ്ടായിരുന്നു. മലാലയുടെ ഐ ആം മലാല എന്ന് പറഞ്ഞ ബുക്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഐ ആം മലാല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ, ശരിക്കും ചേച്ചി എനിക്ക് തന്ന സമ്മാനമാണ് കേട്ടോ ആ ബുക്ക്. അത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെ ഇത് ആ സ്റ്റേജിൽ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മളിവിടെ വന്നതാണ്. ഇങ്ങനെ സമാധാനത്തിൻ്റെ എന്തോ പ്രാവ് പറത്തൽ, അങ്ങനെ എന്തോ ആണ്, ബലൂൺ പറത്തൽ, അങ്ങനെ എന്തൊക്കെയാണ്. ഇതെനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി, സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. കാരണം മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യണം. കഴിഞ്ഞ ഡിസംബർ നവംബർ ആ കാലയളവിലാണ് ഞങ്ങൾ പോയത്. പിന്നെ അവിടുത്തെ സാറാണിത്, ഹെഡാണ്. അപ്പം സാറിങ്ങനെ നിന്ന് എല്ലാവരുടെ അടുത്തും വർത്തമാനം പറയാനുണ്ടായിരുന്നു. എന്നാൽ അത്രയും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണെന്നുള്ള ആ ഒരു വലിയ ആ ഒരു ഹെഡ് വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും ആ വ്യക്തിക്ക് ഇല്ലായിരുന്നു കേട്ടോ. സാധാരണക്കാരെ പോലെയാണ് എല്ലാവരുടെ അടുത്തും പെരുമാറിയത്. പിന്നെ വീണ്ടും ഈ താളിയോല തുറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആരോ വന്ന് അതും ഞാൻ വീഡിയോ എടുത്തേട്ടാ. എനിക്കെന്തോ ഈ താളിയോല കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിച്ചില്ല. ഒന്ന് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ മേടിച്ചിട്ട് കാര്യമില്ല, കാരണം ഒന്നിന് നമ്മളത് ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ആരുമില്ല. പിന്നെ ഞാനിത് വായിക്കണ പരിപാടി പണ്ടേ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംഗതികളൊന്നും വാങ്ങിയില്ലായിരുന്നു. പിന്നെ ഇത് ഒരു എയർ കണ്ടീഷൻഡ് റൂമാണ്. ഞാനേ പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടാ. എനിക്ക് പെട്ടെന്ന് സ്പീഡിൽ പറയാൻ പറ്റത്തില്ല ചില വാക്കുകൾ. അപ്പം അടിപൊളിയായിരുന്നു. ഇവിടെ കയറി ഞങ്ങൾ കുറേ നേരം AC ഒക്കെ കൊണ്ടിരുന്നു. പിന്നെ നല്ലൊരു പ്രസംഗം ഉണ്ടായിരുന്നു സാറിൻ്റെ, അതൊക്കെ കേട്ട്. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് അവിടെ നിന്ന് ലഞ്ചും ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളിങ്ങനെ വരി നിന്നാണ് നമ്മൾ ഫുഡ് മേടിച്ചത്. മാത്രമല്ല ടോക്കൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ക്യാമറയും വെച്ചുകൊണ്ട് നിൽക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അവിടുത്തെ മ്യൂസിയമാണിത്. ഈ മ്യൂസിയത്തിനകത്ത് ഇഷ്ടംപോലെ പഴയ വാദ്യോപകരണങ്ങളും ഒക്കെ ഉണ്ട്. അന്ന് നമ്മൾ പോയതിൻ്റെ അന്ന്, അതായത് അന്ന് ഈ ഒരു ചെറിയ ഫങ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കയറാമായിരുന്നു. അതിനുശേഷം ക്യാഷ് കൊടുക്കണം. എത്രയോ 10 20 രൂപ, കുഞ്ഞു പിള്ളേർക്ക് 10 അങ്ങനെ എന്തോ ആണ്. അപ്പം നമ്മളന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് കയറി സന്തോഷമായിട്ട് തിരിച്ചിറങ്ങി. ഇത് തിരിച്ചിറങ്ങിയതാണ് കേട്ടോ. നമ്മളൊരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. ഇതാണ് തുഞ്ചൻ ഉത്സവമായിരുന്നു കേട്ടോ. അവിടുത്തെ ആ ഒരു ഇതായിരുന്നു, നമുക്ക് ബ്രോഷറായിരുന്നു. അന്ന് ഈ ഉച്ചയ്ക്ക് ശേഷമൊക്കെ അവിടെ ഇതുണ്ടായിരുന്നു, എന്താണെന്ന് സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ഫെമിനിച്ചി ഫാത്തിമ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ അതിലൊന്നും കയറാനുള്ള ടൈം നമുക്കില്ല, കാരണം ഹോസ്റ്റലിൽ തിരിച്ച് നമുക്ക് പറഞ്ഞിട്ടാണ് വരുന്നത്, അവിടെ എഴുതി വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ തിരിച്ച് കയറിയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അത് ഒരിക്കലും മറക്കാത്ത കുറേ നല്ല ഓർമ്മകൾ തന്ന കാലഘട്ടമായിരുന്നു കേട്ടോ. എൻ്റെ ആ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയണത് കുറേ നല്ല ചേച്ചിമാർ, കുറേ നല്ല കൂട്ടുകാർ, മറക്കാത്ത കുറേ നല്ല നല്ല നിമിഷങ്ങൾ, മൊമെൻറ്റ്സ്. പിന്നെ ആസ് എ വുമൺ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ റെസ്റ്റ് എന്ന് പറയുന്ന സംഗതി നമ്മളെ ജീവിതത്തിൽ കിട്ടാക്കനെയാണ്. ശരിക്കും നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഫുഡ് സമയത്തിന് പോയി എടുക്കുക, കഴിക്കുക, നമ്മൾ കഴിച്ച പാത്രം മാത്രം കഴുകിക്കുക, അങ്ങനത്തെ എന്താ പറയുക, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോഴാണ്.
ഒറ്റയ്ക്ക് ഒരു ഫാമിലി ഫുള്ള് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും സകല കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ആകെ കൂടെ അങ്ങ് ശരിക്കും നമ്മൾ ആരോഗ്യം ക്ഷയിക്കും സത്യം പറഞ്ഞാൽ. അപ്പം അതിൽ നിന്നൊക്കെ ഉള്ളൊരു റിലീഫ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള റിലീഫായിരുന്നു എനിക്ക് ആ ഹോസ്റ്റൽ ജീവിതം. അങ്ങനെ ചേച്ചി എനിക്ക് മേടിച്ചു തന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. സമയം കിട്ടുമ്പോൾ വായിക്കണം, നീ ചുമ്മാ ഇരിക്കണ്ട എന്നൊക്കെയുള്ള ആ ഒരു ചേർത്ത് പിടിക്കലില്ലേ, അത് ശരിക്കും ഞാൻ ആ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ആസ്വദിച്ചേട്ടാ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെയുള്ള കുറേ നല്ല മനുഷ്യരെ എനിക്ക് ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടി. ഞാൻ ഒരിക്കലും മറക്കൂല ആ ഹോസ്റ്റലും ആ ഹോസ്റ്റലിൽ ജീവിച്ച ഓരോ ദിവസങ്ങളും. എൻ്റെ മേശയാണ്, അതിലുള്ള ഫോട്ടോസാണ് ഇതൊക്കെ.